തൃശൂർ പൂരത്തേക്കാൾ വലിയ പൊടിപൂരമാണ് തൃശൂർ പൂരം കഴിഞ്ഞതിന് ശേഷം നടക്കുന്നത്. പൂരം കലക്കിയത് ആരെന്ന ചോദ്യത്തിന് മുന്നിൽ പിണറായി സർക്കാർ ഒന്ന് മുട്ടുകുത്തി. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ADGP MR അജിത് കുമാർ ഉടൻ തന്നെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന് കൈമാറും. ഒരാഴ്ചക്കകം നൽകേണ്ട റിപ്പോർട്ടാണ് 5 മാസത്തിന് ശേഷം കൈമാറുന്നത് എന്നതാണ് ശ്രദ്ധേയം. തൃശൂർ പൂരം കലക്കാൻ ചിലർ ഇടപെട്ടതായി ആരോപണം ഉയർന്നിരുന്നു. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട 4 പരാതികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചിരുന്നു. ഇത് പിന്നീട് DGPക്ക് കൈമാറി. പരാതിയിന്മേൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ADGP MR അജിത് കുമാറിന് DGP നിർദ്ദേശം നൽകുകയായിരുന്നു. ഈ റിപ്പോർട്ടാണ് DGPക്ക് ഇന്ന് കൈമാറുന്നത്. MR അജിത് കുമാർ തൃശൂരിലുള്ളപ്പോഴായിരുന്നു പൂരം അലങ്കോലപ്പെടുത്തിയത്. തൃശൂർ പൂരം അലങ്കോലപ്പെടാനുള്ള പ്രധാന കാരണം ചൂണ്ടിക്കാട്ടി തൃശൂർ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനെ സ്ഥലം മാറ്റിയിരുന്നു. പൂർണ്ണ ഉത്തരവാദിത്തം കമ്മീഷണറിൽ മാത്രം ഒതുക്കിയോ എന്ന കാര്യം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ അറിയുകയുള്ളൂ. അതിനിടെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നില്ല എന്ന വിവരാവകാശ മറുപടിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും NRI സെൽ ഡിവൈഎസ്പിയുമായ MS സന്തോഷിനെതിരെയാണ് നടപടിയുണ്ടായത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ എന്നായിരുന്നു വിവര അവകാശ നിയമപ്രകാരമുള്ള ചോദ്യം. അതിൽ അന്വേഷണം നടക്കുന്നില്ല എന്നായിരുന്നു മറുപടി. എന്നാൽ ഈ അവസരത്തിൽ ADGP തലത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഈ വിവരം മറച്ചു വെച്ചതിനാലാണ് നടപടി ഉണ്ടായത്. പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും NRI സെൽ ഡിവൈഎസ്പിയുമായ MS സന്തോഷിനെതിരെ അച്ചടക്ക നടപടി എടുത്തത് കഴിഞ്ഞ ദിവസമായിരുന്നു. നടപടി സ്വീകരിക്കുന്നതിനും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകുകയായിരുന്നു. തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയ്ക്ക് തെറ്റായ മറുപടി നൽകി സർക്കാരിനും പോലീസ് സേനയ്ക്കും കളങ്കമുണ്ടാക്കി എന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു നടപടി ഉണ്ടായത്. ADGP അജിത് കുമാർ എന്ന പോലീസ് മേധാവിയെ കൊണ്ട് വല്ലാത്ത തലവേദനയാണ് പിണറായി സർക്കാരിനുണ്ടായിട്ടുള്ളത്. RSSുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന അൻവറിന്റെ ഒറ്റ വെളിപ്പെടുത്തലിൽ കത്തിപ്പടരുന്ന വിവാദം ഇന്ന് ഒരു പോലീസ് മേധാവിക്ക് നേരെ വിജിലൻസ് അന്വേഷണം വരെ എത്തി നിൽക്കുന്നു. ഈ വിവാദങ്ങളെ കുറിച്ചുള്ള സുപ്രധാന നിലപാടുകൾ അറിയിക്കുവാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്.